നമസ്കാരം. മറ്റൊരു രാജ്യത്തേക്ക് കടന്നു കയറി പ്രസിഡന്റിനെയും ഭാര്യയെയും പിടികൂടുക, ഭരണം ഏറ്റെടുക്കുക, എണ്ണ ഉൾപ്പെടെ നിർണായക സമ്പത്തുകൾ കൈയടക്കുക. വെനസ്വേലൻ പ്രസിഡന്റിനെതിരെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ നീക്കങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ത് എന്ന ചോദ്യം ലോകത്താകമാനം ഉയരുകയാണ്. മഡൂറോ US കണ്ണിൽ കുറ്റവാളിയാണെങ്കിലും അല്ലെങ്കിലും US വെനസ്വേലയിൽ കടന്നു ചെന്ന് അദ്ദേഹത്തെ പിടികൂടാനാവും. US ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഓരോ രാജ്യത്തിനും അവരവരുടെ എതിരാളികൾക്കുമേൽ ഈ രീതി നടപ്പാക്കാമല്ലോ. ആഗോള രാഷ്ട്രീയ തലത്തിലും സാമൂഹിക മാധ്യമങ്ങളിലും ഈ ആവശ്യങ്ങൾ ഉയരുകയാണ്, അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ ഉയരുകയാണ്. സമാന ആവശ്യം ഇവിടെ ഇന്ത്യയിലും കേട്ടു തുടങ്ങി. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ട്രംപ് ഉടൻ പിടികൂടണമെന്ന ആവശ്യവുമായി യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും രംഗത്തെത്തിയിട്ടുണ്ട്. സ്വേച്ഛാധിപതികളോടും ഏകാധിപതികളോടും US ഇങ്ങനെ നടപടി എടുക്കാമെങ്കിൽ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് US അറിയാമെന്ന് സെലൻസ്കി പറഞ്ഞു. മോസ്കോയിൽ പുടിന്റെ വീടിനെ മുന്നേയും വിട്ട് യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് കഴിഞ്ഞ ദിവസമാണ്. പുടിനെതിരായ വധശ്രമം ആരോപിച്ച് സെലൻസ്കിയെ പിടികൂടാൻ റഷ്യക്ക് ഇതൊരു കാരണമായി കാണാമെന്ന വാദങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു. പുടിന്റെ വീടിനു നേരെ നടന്ന ആക്രമണം സെലൻസ്കി നേരിട്ട് പ്ലാൻ ചെയ്തതാണ് എന്ന ആരോപണങ്ങളുമുണ്ട്. അതേസമയം ഇക്കാര്യത്തിൽ റഷ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ മഡൂറോയെ പിടികൂടിയ US നടപടിയെ ശക്തമായി വിമർശിച്ചിട്ടുമുണ്ട്. മഡൂറോയെയും ഭാര്യയെയും US ഉടൻ വിട്ടയക്കണമെന്ന ആവശ്യവും റഷ്യ ഉന്നയിച്ചു. യുക്രൈൻ US നിലപാടിനൊപ്പം നിന്ന് വെനസ്വേലയെ എതിർക്കുന്ന രാജ്യമാണ്. റഷ്യയാകട്ടെ വെനസ്വേലയ്ക്കും മഡൂറോയ്ക്കും സുഹൃത്തുമാണ്. മഡൂറോയെ പിടികൂടിയ നടപടിയെ ആയുധ ആക്രമണം എന്നാണ് റഷ്യ വിശേഷിപ്പിച്ചത്. ട്രംപിന് വെനസ്വേലയിൽ കടന്നു ചെന്ന് മഡൂറോയെ പിടിക്കാമെങ്കിൽ ഇന്ത്യക്ക് പാകിസ്ഥാനിലേക്കും കടന്നു ചെല്ലാമെന്ന് വ്യക്തമാക്കി ഇതേസമയം അസദുദ്ദീൻ ഒവൈസിയും രംഗത്ത് വന്നിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത മസൂദ് അസർ ഉൾപ്പെടെയുള്ള ഭീകരർ പാകിസ്ഥാനിൽ ഇപ്പോഴും സുഖജീവിതം നയിക്കുകയാണ്. പാക് മണ്ണിലേക്ക് കടന്നുകയറി അവരെ പിടികൂടണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒവൈസി ആവശ്യപ്പെട്ടു. സൗദി അറേബ്യ യമനിൽ നടത്തിയ ആക്രമണവും ഒവൈസി ചൂണ്ടിക്കാട്ടി. വെനസ്വേലയിൽ US നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ചൈനയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചകൾക്ക് വഴിവെച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. വെനസ്വേലയുടെ ഭരണവും തൽക്കാലം അമേരിക്ക നടത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. തായ്വാനെ വീണ്ടെടുക്കാനുള്ള സൈനിക നടപടിയുമായി ഇനി സധൈര്യം മുന്നോട്ടു പോകാൻ ചൈനയ്ക്ക് കഴിയുമെന്ന് ചൈനക്കാരും പറയുന്നു. അമേരിക്കയോടോ UN മറുപടി പറയേണ്ട ആവശ്യവുമില്ല. ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സഹിഷ്ണുതയും സംയമനവും മാത്രം മതിയാകുന്ന കാലം കഴിഞ്ഞുവെന്നാണ് ലോകം ഇന്ന് തിരിച്ചറിയുന്നത്. മുംബൈ ഭീകരാക്രമണത്തിന്റെ ആസൂത്രകനായ മസൂദ് അസറും അദ്ദേഹത്തിന്റെ സംഘവും ഇന്നും പാകിസ്ഥാനിലെ സംരക്ഷിത കേന്ദ്രങ്ങളിൽ സുരക്ഷിതരായി കഴിയുന്നു എന്നത് ഇന്ത്യക്ക് മാത്രമല്ല ആഗോള സമൂഹത്തിനുമുള്ള വെല്ലുവിളിയാണ്. ഭീകരവാദം ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, അത് അതിർത്തികൾ മറികടക്കുന്ന രാഷ്ട്രങ്ങളുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യുന്ന ഭീഷണിയാണ്. ഡൊണാൾഡ് ട്രംപ് വെനസ്വേല വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് ഇതിന്റെ ഉദാഹരണമാണ്. സാർവഭൗമത്വം എന്ന വാക്കിന്റെ മറവിൽ ജനവിരുദ്ധ ഭരണകൂടങ്ങൾക്കും അന്താരാഷ്ട്ര കുറ്റവാളികൾക്കും സംരക്ഷണം നൽകാൻ കഴിയില്ല എന്ന സന്ദേശമാണ് ട്രംപ് നൽകിയത്. ലോകം മാറിക്കൊണ്ടിരിക്കുമ്പോൾ ശക്തമായ രാഷ്ട്രങ്ങൾ അവരുടെ സുരക്ഷയും ജനങ്ങളുടെ ജീവനും സംരക്ഷിക്കാൻ അതിർത്തികൾക്കപ്പുറം പോലും തീരുമാനങ്ങൾ എടുക്കുന്ന കാലമാണ്. ഇന്ത്യയും ഇതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇതിനകം തന്നെ പുതിയ സുരക്ഷാ നയം ലോകത്തിന് മുന്നിൽ വച്ചിട്ടുണ്ട്. ഉറി ആക്രമണത്തിന് ശേഷം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും പുൽവാമയ്ക്ക് ശേഷം ബാലാകോട്ട് വ്യോമാക്രമണവും ഇന്ത്യയുടെ ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്ന വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു. ഭീകരരെ വളർത്തുന്ന മണ്ണും അവരെ സംരക്ഷിക്കുന്ന ഭരണകൂടങ്ങളും ഇനി സുരക്ഷിതമല്ല എന്ന സന്ദേശം അന്ന് തന്നെ ഇന്ത്യ നൽകി കഴിഞ്ഞു. മസൂദ് അസർ പോലുള്ള പാകിസ്ഥാനിൽ സുരക്ഷിതരായി തുടരുന്നിടത്തോളം ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്നത് വെറും വാചകമായി മാറും. ഇന്ത്യക്ക് ആവശ്യമെങ്കിൽ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും നൈതികതയ്ക്കും വിധേയമായി ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് കടന്നു ചെന്ന് കുറ്റവാളികളെ പിടികൂടാനുള്ള ശേഷിയും അവകാശവുമുണ്ട്. ഇത് യുദ്ധോന്മാദമല്ല, ഇത് സ്വയം രക്ഷയാണ്. സ്വന്തം പൗരന്മാരുടെ ജീവൻ സംരക്ഷിക്കാൻ ഒരു രാഷ്ട്രം സ്വീകരിക്കുന്ന ഏറ്റവും അടിസ്ഥാനപരമായ നടപടി. ഇത്തരമൊരു ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ ഭീകരവാദത്തെ സർക്കാർ നയമായി സ്വീകരിച്ചിരിക്കുന്ന പാകിസ്ഥാൻ എന്ന ആശയത്തിന്റെ അടിത്തറ തന്നെ കുലുങ്ങും. ഭീകരനെ വളർത്തി നിലനിൽക്കുന്ന ഒരു രാജ്യം ദീർഘകാലം നിലനിൽക്കില്ല. ലോകം ഇന്ത്യയെ ഒരു ഉത്തരവാദിത്വമുള്ള ശക്തിയായി അംഗീകരിക്കുന്ന ഈ ഘട്ടത്തിൽ മോദി സർക്കാർ സ്വീകരിക്കുന്ന കടുത്ത നിലപാടുകൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും അഭിമാനത്തിനും അനിവാര്യമാണ്. ഇന്ത്യ ഇന്ന് ഭയന്നോടുന്ന രാജ്യമല്ല, തീരുമാനിക്കുന്ന രാജ്യമാണ് എന്ന് ലോകത്തോട് പറയാനുള്ള സമയമാണ്. ഭീകരവാദത്തിനെതിരായ ഈ ഉറച്ച നിലപാട് ഇന്ത്യയുടെ ഭാവിയെ മാത്രമല്ല ദക്ഷിണേന്ത്യയുടെ തന്നെ സമാധാനത്തെ നിർണ്ണയിക്കുന്ന ചരിത്രപരമായ തീരുമാനമായി മാറും. ഇനിയും ഇന്ത്യയെ പ്രകോപിപ്പിച്ചാൽ ഒരുപക്ഷെ ട്രംപ് മഡൂറോയുടെ കാര്യത്തിൽ സ്വീകരിച്ച അതേ നിലപാടുമായി ഇന്ത്യയും പാകിസ്ഥാനിലേക്ക് കടന്നു കയറാനുള്ള സമയമായി എന്നതാണ് വാസ്തവം.